നമസ്കാരം. നമ്മൾ ഇന്നലെയും മിനിയാന്നുമൊക്കെയായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ ദൃശ്യങ്ങൾ ആരെയാണ് ഹൃദയമുള്ള, ആരെയാണ് അലിയിക്കാത്തത്, ആരുടെ നെഞ്ചാണ് തകരാത്തത്? പക്ഷേ തകരാത്ത നെഞ്ചും ഉലയാത്ത കരളും നിറയാത്ത കണ്ണുകളുമായി നമ്മുടെ മക്കൾ, ഈ നാട്ടിലെ പുതിയ തലമുറ യുവതീ യുവാക്കൾ വളർന്നു വരുന്നു എന്ന ഭീകരമായ സത്യം നമ്മൾ എന്നാണ് ഇനി തിരിച്ചറിയുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? പ്രധാനമായും രണ്ട് കൂട്ടരാണ് ഉത്തരവാദി. ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇത്രയും അറപ്പുളവാക്കുന്ന തരത്തിലേക്ക്, ഭീതിതമായ അവസ്ഥയിലേക്ക് തകർത്ത് കളഞ്ഞത് ഇത് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരും ഭരണക്കാരും, വിശേഷിച്ചും വിദ്യാഭ്യാസ രംഗം കൈയടക്കിയിരിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെയാണ്. എന്തുകൊണ്ടാണ്? പ്രധാനമായും രണ്ട് കൂട്ടരെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, രക്ഷകർത്താക്കൾ. അവരെ ഇങ്ങനെ ലാളിച്ച് വളർത്തിയത് ആരാണ്? അവർക്ക് മറ്റൊരാളിൻ്റെ വേദന അറിയാതെ വളർത്തിയത് ആരാണ്? ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അല്പം കാരുണ്യത്തിൻ്റെ അംശം പകർന്നു നൽകാൻ കഴിയാത്ത മാതാപിതാക്കൾ അവരെ എങ്ങനെയാണ് വളർത്തിയത്? മറ്റൊരാളിൻ്റെ വേദന കണ്ടാൽ ഹൃദയം അലിയണം, കണ്ണു നിറയണം, ചങ്കിടിപ്പ് വർദ്ധിക്കണം എന്നുള്ള ഒരു മാനസിക വികാരം, മാനുഷികമായ വികാരം ആ കുഞ്ഞുങ്ങളിൽ സന്നിവേശിപ്പിക്കാതെ കുട്ടികളെ എങ്ങനെയാണ് അച്ഛനമ്മമാർ വളർത്തിക്കൊണ്ടുവന്നത്? ഇങ്ങനെ ഈ യുവതീ യുവാക്കളെ ഇത്ര ക്രൂരന്മാരും ക്രൂരകളുമാക്കി മാറ്റിയത് എങ്ങനെയാണ്? മാതാപിതാക്കൾ കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം. അവരെ ശാസിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല, അവരുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മനസ്സിനെ പ്രകോപിപ്പിക്കുന്നതൊന്നും പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള വികലമായ വൃത്തികെട്ട പേരന്റിങ് ആണ് ഒരു പ്രധാന കാര്യം. നമ്മുടെ വിദ്യാഭ്യാസ രംഗം തകർത്ത് കളഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. തല്ലിയും തലോടിയും വളർത്തിയിരുന്ന കാലത്ത് കുട്ടികൾ ഇത്രയൊന്നും പിഴച്ചിരുന്നില്ലല്ലോ. മനുഷ്യർ പിഴയ്ക്കാറുണ്ട്, കുറ്റകൃത്യങ്ങൾ ചെയ്യാറുണ്ട്, ക്രൂരന്മാരും ക്രൂരകളും ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. പക്ഷെ ഇത് സാമാന്യമായി മാറിയിരിക്കുന്നു. പണ്ട് ഒറ്റപ്പെട്ട ചില വ്യക്തികൾ ഏതെങ്കിലും സാഹചര്യവശാൽ ക്രൂരന്മാരോ ക്രൂരകളോ ആയി മാറിയിരുന്നത് ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് വയനാട്ടിൽ ആ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ യുവാവിനെ കൂടെ പഠിക്കുന്ന 100ഓളം യുവാക്കൾ ചേർന്ന് ദിവസങ്ങളോളം കുത്തിയും തല്ലിയും ചവിട്ടിയും പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലാൻ ആ ചെറുപ്പക്കാർക്ക് തോന്നിയത് എങ്ങനെയാണ്? ഒരൊറ്റപ്പെട്ട ഏതെങ്കിലും വഴിപിഴച്ചു പോയതോ ഭ്രാന്തെടുത്ത ഒരു ചെറുപ്പക്കാരനോ വിദ്യാർത്ഥിയോ അല്ലല്ലോ സിദ്ധാർത്ഥനെ തച്ചു കൊന്നത്. എത്രയോ ദിവസങ്ങൾ എടുത്തിട്ട് അനേകം പേരൊന്നിച്ച് ചേർന്നു. അപ്പൊ അത്രയും അധികം ചെറുപ്പക്കാർ അങ്ങനെ പഴിച്ചു പോയത് എങ്ങനെയാണ്? അവരുടെ വീട്ടിൽ അവരെന്തെങ്കിലും വീടുകളിൽ നിന്ന് മാതാപിതാക്കളുടെ തല്ല് കൊണ്ടിട്ടാണോ വളർന്നത്? എപ്പോഴെങ്കിലും അവരൊരു ശാസന കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യേണ്ടതില്ല, ചെയ്യരുത്, അങ്ങനെ ധിക്കരിച്ച് വീണ്ടും ചെയ്തെന്നാൽ അടി കൊടുത്ത് മേലിൽ അത് ചെയ്യാതിരിക്കാൻ പാകത്തിൽ ആ മക്കളെ വളർത്തിയിരുന്നുവെങ്കിൽ അരുതാത്തത് ചെയ്യുന്നത് ശിക്ഷയ്ക്ക് അർഹമാകും എന്ന് ശൈശവം മുതൽ, ബാല്യം മുതൽ കൗമാരത്തിലും പഠിപ്പിച്ചു പോന്നിരുന്നുവെങ്കിൽ കോളേജിലെത്തിയ ഈ യുവ ജനങ്ങൾ ഇത്രയും വഴിപിഴച്ചവരായി അധപ്പതിച്ച് ക്രൂര ജന്തുക്കളെ പോലെ ആയി മാറുമായിരുന്നോ? ആദ്യത്തെ ഉത്തരവാദികൾ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ പേരിൽ നമ്മളുടെ പേരന്റിങ്ങിനെ വഴിപിഴപ്പിച്ച വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് പറയുന്ന ശുംഭന്മാരും നാണം കെട്ടവരും ആണ് ആദ്യത്തെ ഉത്തരവാദികൾ. ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് പറയുന്ന വിഡ്ഢികളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തത്, പേരന്റിങ്ങിനെ നശിപ്പിച്ചത്. അതാണ് ഒരു കാരണക്കാര് അവരാണ്. രണ്ടാമത്, ഈ വഴിപിഴച്ച വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ വാക്ക് കേട്ട് കാലങ്ങളായി, നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ആയി വിജയകരമായ ഒരു പേരന്റിങ് സിസ്റ്റം പിന്തുടർന്നു പോന്നിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. ഏത് ജാതിയായാലും ഏത് മതമായാലും ഒക്കെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. എത്രയോ 1000 കൊല്ലത്തെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് നമ്മുടെ പൂർവികന്മാര് പറഞ്ഞു വെച്ചിരുന്നു. നിയന്ത്രിച്ചും ശാസിച്ചും വേണ്ടി വന്നാൽ ശിക്ഷിച്ചും
തങ്ങളുടെ വരുതിയിൽ നിർത്തി വേലി കെട്ടി അതിർത്തി നിശ്ചയിച്ച് ആ മാതാപിതാക്കൾ നിശ്ചയിക്കുന്ന പരിധിക്കുള്ളിൽ വേലിക്കുള്ളിൽ വളർത്തപ്പെട്ട് അവർ പ്രായപൂർത്തിയാകുമ്പോൾ അറിവ് നേടുമ്പോൾ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പേരന്റിങ് ആയിരുന്നു നമ്മുടെ പൂർവികന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചത്. കാറ്റത്ത് പറന്നു പോകുന്ന അപ്പൂപ്പൻ താടി പോലെ എങ്ങനെ വേണേലും പറന്നുകൊള്ളട്ടെ എന്നല്ല അവർ വെച്ചത്. തൈ നടുമ്പോൾ അത് കന്നുകാലികൾ കടിച്ചു കളയാതിരിക്കാൻ വേണ്ടി, നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി വേലി കെട്ടുന്നത് പോലെ ഒരു വേലി നിർണയിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിച്ചിരുന്നു. അവർക്ക് ചെയ്യാവുന്നതിൻ്റെയും ചെയ്യരുതാത്തതിൻ്റെയും കാര്യങ്ങളിൽ പരിധി നിശ്ചയിച്ചിരുന്നു. അവർക്ക് ആഗ്രഹിക്കാവുന്നതേ ആഗ്രഹിക്കാൻ പാടില്ലാത്തതിൻ്റെയും കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ നിയന്ത്രിച്ചും ശാസിച്ചും ശിക്ഷിച്ചും തലോടിയും ഒക്കെ ഒരുപോലെ ഇതെല്ലാം ഒന്നിച്ച് നൽകി വളർത്തി അവരൊരു സാമാന്യമായ ബുദ്ധി വികസിച്ച് കഴിയുമ്പോൾ അവരെ സ്വതന്ത്രരാക്കി പുറത്തേക്ക് വിടുക. പിന്നെ അവരായി അവരുടെ പാടായി. പക്ഷേ ഒരു തൈ നട്ടാൽ, ഒരു വിത്ത് പാകിക്കഴിഞ്ഞെന്നാൽ അത് നാമ്പെടുത്ത് വരുമ്പോൾ അതിന് വെള്ളവും വളവും ചേർക്കണം. മനസ്സും ബുദ്ധിയും വികസിക്കാൻ, സംസ്കരിക്കാൻ പാകത്തിലുള്ള വെള്ളവും വളവും കൊടുക്കുകയും അത് നശിച്ചു പോകാതിരിക്കാൻ വേലി കെട്ടുകയും അതിന്റെ ചുറ്റിനും കള ഉണ്ടായാൽ കള പറിച്ചു കളയുകയും അതിന്റെ മേൽ ഇത്തിൽ കണ്ണി പിടിച്ചാൽ അത് പറിച്ചു കളയുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതൊരു മരമായി മാറുന്നിടം വരെ കാവൽ നിന്ന് മാതാപിതാക്കൾ വളർത്തിയതാണ് കഴിഞ്ഞതിന് മുൻപിലത്തെ തലമുറ വരെയുള്ളത്. അതിന്റെ അർത്ഥം ആ കൂട്ടത്തിലൊന്നും തെറ്റ് പറ്റിയിട്ടില്ല എന്നല്ല. ചില വീടുകൾ അങ്ങനെ അല്ലാതെ മാറുന്നുണ്ടാവാം, അല്ല ചില വ്യക്തികൾ ചില സാഹചര്യവശാൽ വഴിപിഴച്ചോ കുറ്റവാളികളായോ അധപ്പതിച്ച് പോയിട്ടുണ്ടാവാം. പക്ഷെ സർവ്വസാധാരണമായിരുന്നില്ല. ഒരു സഹപാഠിയെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കാനും മാത്രം മാനുഷിക വികാരമില്ലാത്ത, കാരുണ്യമോ സ്നേഹമോ ഒരല്പം സംവേദനക്ഷമതയോ സഹാനുഭൂതിയോ ഇല്ലാതെ ഈ യുവജനങ്ങൾ വളർന്നു വന്നതിൻ്റെ പരിണാമമാണ് നമ്മൾ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ കണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കൾ ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കൊണ്ടുവന്ന വികലമായ പേരന്റിംഗ് ആണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഈ വികലമായ പേരന്റിങ്ങിന്റെ പിന്നാലെ പുരോഗമനമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാരമ്പര്യമായി കിട്ടിയിരുന്ന വളർത്തൽ സമ്പ്രദായത്തെ ഉപേക്ഷിച്ച മാതാപിതാക്കൾ കുട്ടികളുടെ ഇഷ്ടാനുസരണം അവരെ അഴിച്ചുവിട്ട് തോന്നിയതുപോലെ വളർത്തിയ മാതാപിതാക്കളാണ് രണ്ടാമത്തെ കുറ്റവാളികൾ. മൂന്നാമത്തേത്, ഈ സ്കൂളിലേക്കും കോളേജിലേക്കും വരുന്ന കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കൊള്ളരുതായ്മയ്ക്കും, ഏത് വൃത്തികേടിനും, ഏത് അക്രമത്തിനും കൂട്ടുനിൽക്കുന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട്. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, പുരോഗമനം എന്ന് പറഞ്ഞാൽ വഴിപിഴച്ച് ജീവിക്കുന്നതാണ്. കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ആരുടെ മേലും അക്രമം കാണിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം കേരളത്തിലുണ്ട്. എന്തിനും ഏതിനും പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് ജന്തുക്കളെ പോലെ, മൃഗങ്ങളെ പോലെ വളരാൻ പരിശീലിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ കേരളത്തിലുണ്ട്, ഭാരതത്തിലെ യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഈ പ്രത്യയശാസ്ത്രവും ഈ ജന്തുക്കളെ വളർത്തുന്ന വിദ്യാഭ്യാസ പദ്ധതിയും അത്തരം വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവരികയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിചക്ഷണന്മാരെന്ന് പറയുന്ന പടുവിഡ്ഢികളും സാമാന്യ വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരെന്നോ പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന വിദഗ്ധന്മാരോ എന്നൊക്കെ പറയുന്ന പടുവിഡ്ഢികളും കഴുത ജന്മങ്ങളുമാണ് നമ്മുടെ ഈ തലമുറയെ ഈ തരത്തിൽ നശിപ്പിച്ച് കളഞ്ഞത്. എന്നിട്ട് പിരിയാറാകുമ്പോഴോ പെൻഷൻ പറ്റി കഴിയുമ്പോഴോ കുട്ടികൾക്ക് അക്ഷരം പോലും അറിയില്ല എന്നോ കുട്ടികളുടെ ഉള്ളിൽ മാനുഷികമായ വികാരങ്ങളൊന്നും ഇല്ല എന്നോ വിലപിച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഹീനമായ ഏർപ്പാട് അടിയന്തിരമായി അവസാനിപ്പിക്കണം. തെറ്റ് ചെയ്ത കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തെറ്റ് ചെയ്താൽ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തണം. മാതാപിതാക്കൾ വടിയെടുക്കുകയാണ് ഇതിനുള്ള ആദ്യത്തെ പരിഹാരം. രണ്ടാമത്തെ പരിഹാരം അധ്യാപകർക്ക് വടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ പരിഹാരം നമ്മുടെ പേരന്റിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന, പുരോഗമനപരമായത് ആധുനികം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ വൃത്തികെട്ട സാധനത്തിന് വലിച്ചെറിയുക എന്നുള്ളതാണ്.
നാലാമത് വേണ്ടത് നമ്മുടെ പാരമ്പര്യമായ വളർത്തൽ സമ്പ്രദായത്തെ പുനഃസ്ഥാപിക്കലാണ്. അഞ്ചാമത് വേണ്ടത് ഉന്നത വിദ്യാഭ്യാസത്തിൽ രംഗത്ത് നടമാടുന്ന ഈ അഴിഞ്ഞാട്ടം, രാഷ്ട്രീയക്കാരുടെയും ഈ അക്രമികളുടെയും ഗുണ്ടകളുടെയും അഴിഞ്ഞാട്ടത്തെ കർക്കശമായ നിയമം കൊണ്ട് നിരോധിക്കുവാനുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. സർവോപരി ഈ കൊള്ളരുതായ്മകളെ മുഴുവൻ പൂവിട്ട് പൂജിക്കുകയും വളർത്തുകയും വാഴ്ത്തുകയും അതെല്ലാം കുട്ടികളുടെ സ്വാതന്ത്ര്യവും പുരോഗമനവുമാണെന്ന് പറഞ്ഞ് വഴിപിഴപ്പിക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ തിരിച്ചറിയുക, അതിൽ നിന്ന് കേരളത്തെ മുക്തമാക്കുകയും വിദ്യാഭ്യാസ രംഗത്തെ സംശുദ്ധമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാന കാര്യം. ഈ കാര്യങ്ങൾ ഇനിയെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ കണ്ട കാഴ്ച എത്ര ദയനീയമാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യനെ കെട്ടിയിട്ടിട്ട് സമപ്രായക്കാരായിട്ടുള്ള കൂട്ടുകാർ തന്നെ, അതേ കോളേജിൽ പഠിക്കുന്ന, പലപ്പോഴും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ജന്തുക്കൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിഞ്ഞത്? ആ ജന്തുക്കളെ സൃഷ്ടിച്ച് വളർത്തിവിട്ട മാതാപിതാക്കൾക്ക് ലജ്ജയുണ്ടോ? അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അവർ നിങ്ങളുടെ മക്കളല്ല എന്ന് പറയണം. അവരെ തള്ളിപ്പറയണം. അവർ മനുഷ്യര് പോലുമല്ല, പിന്നല്ലേ മക്കള്. അതുകൊണ്ട് ജനിച്ചുപോയി തങ്ങൾക്ക് എന്ന് വിലപിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ ഈ ക്രൂരമായ പീഡനത്തിനിരയായ കുട്ടിയോടും അവരുടെ മാതാപിതാക്കളോടും സമൂഹത്തിനോടും മാപ്പ് പറയുകയും തങ്ങൾക്ക് ജനിച്ചുപോയ ആ ജന്തുക്കളെ തള്ളിപ്പറയുകയും അവരെ നിങ്ങളുടെ മക്കളല്ല എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൂടി ചെയ്യേണ്ടി വരും. അതൊരു പാഠമായി മാറണം. ഒരു മാതാപിതാക്കൾ ഇനി മക്കളെ ഇങ്ങനെ ലാളിച്ച് ഓമനിച്ച് എന്തിനും ഏതിനും അവരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്ന തരത്തിൽ മക്കളെ വളർത്തുന്നത് അവസാനിപ്പിക്കണം. അതല്ലാതെ ഇതിൽ നിന്ന് മോചനമില്ല. ഈ ദൃശ്യം ആരുടെ കരളാണ് അലിയിക്കാത്തത്? ആരുടെ നെഞ്ചകമാണ് തകർക്കാത്തത്? ആ സിദ്ധാർത്ഥൻ അനുഭവിച്ചത് ഇതിലും എത്രയോ മടങ്ങ് ക്രൂരതയായിരിക്കും എന്ന് സങ്കല്പിച്ച് നോക്കുക. ഈ ദൃശ്യം കണ്ടിട്ട് തന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ആ പാവം സിദ്ധാർത്ഥൻ എന്ന ആ ചെറുപ്പക്കാരൻ എത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ട്, എന്നിട്ട് കേരളത്തിന്റെ മനസാക്ഷിക്ക് എന്ത് കുന്തമാണോ പരിവർത്തനം ഉണ്ടായത്? എന്ത് തീരുമാനമാണ് നമ്മുടെ ഭരണാധികാരിമാരെടുത്തത്? എന്ത് നിശ്ചയങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ എടുത്തത്? എന്ത് പദ്ധതികളാണ് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടാക്കിയത്? നിങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമസ്കാരം.